ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സാറ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഈ ഒരു സാറ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ ചെറുപ്പം തൊട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പം തനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കുറേയധികം നെഗറ്റീവായിട്ട് കുറേയധികം പേര് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ കുറിച്ചും അതെന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ ഇടയായി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്താണ് സാറ പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റായിട്ട് സാറ ഇട്ട ഒരു വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് സാറ ഒരു മറുപടി കമൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു കമൻറ്റ് കൊണ്ട് തന്നെ സാറയ്ക്കെതിരെ നെഗറ്റീവായിട്ട് ആൾക്കാർ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പും ചെയ്തേക്കുക. എന്നാൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് എത്തത്തുള്ളൂ. ഒട്ടും വയ്യാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഈ ഒരു സാറ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. കൂടുതലായിട്ട് ഈ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന അങ്ങനെ ഒരു തമാശ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിച്ച് അങ്ങനെയൊക്കെ വീഡിയോ ഇടുന്ന പെൺകുട്ടിയാണ്. കുറേയധികം ഫുഡ് കഴിക്കുന്നതൊക്കെയാണ് വീഡിയോ ചെയ്യാറുള്ളത്. അതിൽ കുറച്ച് കോമഡി ആയിട്ട് സംസാരിക്കാറുണ്ട്. കുറേയധികം ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലേറ്റസ്റ്റായിട്ട് ഈ ഒരു സാറ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റ് ഇത് കണക്ക് എന്നത്തെയും പോലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തമാശ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് താഴെ വന്നിട്ട് ഒരു സ്ത്രീ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്നും ഈ ഒരു ഫുഡിൻ്റെ തന്നെ വീഡിയോ ഇടുന്നത് കാണുമ്പോഴത്തേന് ബോറാവത്തില്ലേ, ഇതൊന്ന് മാറ്റി പിടിച്ചുകൂടെ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ പിന്നെ അതിന് താഴെ കമൻറ്റായിട്ട് ഇട്ടിടത് ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതേ കണക്ക് ഈ ഒരു കുട്ടി കുറച്ച് നാളായിട്ട് കുറച്ച് ഓവറാവുന്നില്ലേ എന്നുള്ള രീതിയിലൊരു കമൻറ്റും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമൻറ്റ് ഇട്ടത് കുറച്ച് ഈ ഒരു സാറയ്ക്ക് കുറച്ച് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് താഴെ ഒരു കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു സ്ത്രീയുടെ അക്കൗണ്ടിൽ കയറി അവരെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ സാറ് അതിന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ കണക്ക് ഫുഡ് കഴിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊക്കെ എന്നും ഇടുന്ന പോലെ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് താഴെ വന്ന് ഇവരിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എന്നും ഇതേ കണക്ക് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബോറാവത്തില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരവും ഭയങ്കര ബോറാണെന്നൊക്കെ ഉള്ള രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ ഞാൻ അവരുടെ അക്കൗണ്ട് ആ ഒരു പ്രൊഫൈലിൽ കയറി നോക്കിയ സമയത്ത് അവരുടെ ഫോട്ടോസൊക്കെ കണ്ടു. നോക്കിയ സമയത്ത് ഇവരുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ കുറേയധികം ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതും സെയിം ഡ്രസ്സ് ഇട്ട് തന്നെയാണ് എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു ചേച്ചിയെടുത്ത് ചോദിക്കാമല്ലോ, ചേച്ചി എപ്പോഴും എടുക്കുന്ന ഫോട്ടോയിൽ ഇതേ ഡ്രസ്സ് തന്നെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ബോറാവത്തില്ലേ എന്നുള്ള രീതിയിൽ എനിക്ക് ചോദിക്കാമല്ലോ. പക്ഷെ ഞാനത് ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ചേച്ചി എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതുപോലത്തുള്ള കമൻസൊക്കെ ഇടുന്നത്? അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബോറാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇടേണ്ട കാര്യം ഇല്ലല്ലോ. സോ ആ ഒരു വീഡിയോ സാറ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം സാറയ്ക്കെതിരെ കുറേയധികം നെഗറ്റീവ് കമൻസൊക്കെ വരാൻ തുടങ്ങി. കുറേയധികം പേര് സപ്പോർട്ട് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് സാറ് ചെയ്തത് തന്നെയാണ് ശരി, ഇങ്ങനെ പറയുന്നവർക്ക് കറക്റ്റ് മറുപടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സാറയ്ക്ക് സപ്പോർട്ടായിട്ട് കുറേയധികം പേര് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറേയധികം പേര് സാറയ്ക്കെതിരെ സംസാരിക്കാനും തുടങ്ങി. ഭയങ്കരമായിട്ടുള്ള രീതിയിൽ എന്താണിപ്പോൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇപ്പം സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ ഇതൊക്കെ ഏറ്റെടുക്കാൻ, ഇതൊക്കെ ആൾക്കാർ നെഗറ്റീവ് പറയുമ്പോഴത്തേനും അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തുള്ള രീതിയിൽ മറുപടി പറയല്ല ചെയ്യേണ്ടത്. അതിനെ അങ്ങനെ എടുക്കാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ഭയങ്കര ട്രിഗറായി സംസാരിച്ച് എന്തിനാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയൊക്കെ ഇതേ കണക്ക് കൊണ്ടുവച്ചത് എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ഷനൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഇവർ ഇട്ട ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സാറയ്ക്കെതിരെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. സാറ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു പെൺകുട്ടിയെ ബോഡി ഷെയ്മിങ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ചെയ്തതൊന്നും ശരിയായില്ല, എന്തിനാണ് ആ ഒരു വ്യക്തിയെ ബോഡി ഷെയ്മിങ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ഷൻ ചെയ്യുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവരെ കുട്ടികളൊക്കെ കാണത്തില്ലേ, മോശമാവത്തില്ലേ, അവരെ കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടേ എന്നൊക്കെ ഉള്ള പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു സ്ത്രീയുടെ എന്തോ വോയിസ് ക്ലിപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാരണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ആ ഒരു കുട്ടിയെടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറയണം എന്നൊരു ഓഡിയോ ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ഒരു സാറ ഈ ഒരു നെഗറ്റീവായിട്ട് വരുന്ന കാര്യങ്ങൾക്ക് മറുപടിയായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനകത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആരെയും അങ്ങോട്ട് പോയിട്ട് മോശമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഞാനിട്ട വീഡിയോ നല്ല രീതിയിലിട്ട ഒരു വീഡിയോ ആണ്. അതിന് താഴെ വന്നിട്ട് ഇത് കണക്ക് എന്നും ഇത് കണക്ക് ഇനി ഇട്ടാൽ ബോറാവില്ലേ, അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ ഇവർ കുറച്ച് ഓവറാവുന്നില്ലേ എന്നുള്ള രീതിയിലൊക്കെ കമൻ്റ് ഇട്ട സമയത്ത് അതെനിക്ക് മറുപടി പറയണം തോന്നി. ഞാനുണ്ടെങ്കിൽ അവരെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോൾ ഇത് കണക്ക് അവർ ഫോട്ടോ ഇട്ടേക്കുന്ന സെയിം ഡ്രസ്സൊക്കെ ഇട്ട് പല ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഞാനുണ്ടെങ്കിൽ ഇത് കണക്ക് തിരിച്ച് മറുപടിയായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചോദിച്ചത്. നിങ്ങൾ ഇത് കണക്ക് സെയിം ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയല്ലേ പല ഫോട്ടോകളും എടുത്തേക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഇതേ കണക്ക് എപ്പോഴും സെയിം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അത് ബോറാവില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് തെറ്റ് പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിലേ ചോദിച്ചിട്ടുള്ളൂ. മറ്റ് ചിലരാണെങ്കിൽ ഞാൻ അവരെ ബോഡി ഷേമിങ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആരെയും അതിൽ ബോഡി ഷേമിങ് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ആരെയും ബോഡി ഷേമിങ് ഒന്നും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ എന്തിനാണ് ആൾക്കാർ ഇതേ കണക്ക് ബോഡി ഷേമിങ് ചെയ്തു എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ ആരെയും ചെയ്തിട്ടുമില്ല. പിന്നെ ഇതേ കണക്ക് അവരിട്ട കമൻസിന് കറക്റ്റായിട്ടുള്ള മറുപടി തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊടുത്ത മറുപടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർ അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. പക്ഷേ അവരവരെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യണം. ഇതുപോലുള്ള ആവശ്യമില്ലാത്ത കമൻസൊക്കെ ഇടേണ്ട കാര്യം എന്താണെന്നുള്ള രീതിയിലാണ് സാറ് ആ ഒരു വീഡിയോയിൽ ലേറ്റസ്റ്റായിട്ടിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സാറെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു, നെഗറ്റീവായിട്ട് പറയുന്നവരും ഉണ്ടായിരുന്നു. എന്തായാലും അതിന് ശേഷം ഇപ്പോൾ സാറ് ലേറ്റസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ തൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ്, ചെറുപ്പം തൊട്ട് താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ചെറുപ്പത്തിലെ തൻ്റെ അച്ഛനും അമ്മയൊക്കെ ഡിവോഴ്സ് ആയിട്ടുണ്ടായിരുന്നു. താനും തൻ്റെ സഹോദരനും തൻ്റെ ചേട്ടൻ അങ്ങനെ 3 മക്കളാണുള്ളത്. അപ്പം ചെറുപ്പത്തിൽ തന്നെ ഇത് കണക്ക് ഡിവോഴ്സ് ആകുമ്പോഴത്തേന് ആ ഒരു കുടുംബത്തിലെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. ആ ഒരു കുട്ടികളുടെ മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊക്കെ ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അത് എൻ്റെ 2ാം ക്ലാസ്സിലൊക്കെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിനുശേഷം ഞാനും എൻ്റെ സഹോദരിയും ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സഹോദരനാണെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ഭയങ്കര ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയാം. അത് 10-15 വയസ്സിലൊക്കെ ഇങ്ങനെ വളർന്ന് വരുന്ന സമയത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ ചേച്ചി എൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്, ഞാൻ വേറൊരു ബന്ധുവിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ആ സമയത്തൊക്കെ ഭയങ്കര പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. അതിന് ശേഷമാണ് അച്ഛനൊക്കെ വന്ന് കൊണ്ടുപോകുന്നത്. എന്നാൽ പോലും പൈസയുടെ ബുദ്ധിമുട്ട് അപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ 18 വയസ്സായപ്പം തൊട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ്. 18 വയസ്സ് തൊട്ടേ ജോലിക്ക് പോകുന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. ആ സമയം തൊട്ട് പൈസയുടെ ബുദ്ധിമുട്ട് അറിയാം. ആൾക്കാർ ഒരു പൈസ ഇല്ലെങ്കിൽ നമ്മളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഈ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ, നമ്മുടെ പേരൻസ് ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ അത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ബന്ധുക്കളാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഭയങ്കര മാറ്റമായിരിക്കും. നമ്മളെ കുറച്ചും കൂടി എന്താ പറയുക, ഒരു മുതലെടുക്കുന്ന രീതി, നമ്മളെ കൊച്ചാക്കി സംസാരിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കാൻ ആൾക്കാരുണ്ടായിരിക്കും. സോ അതിനൊക്കെ ശേഷം ആ ഒരു കാര്യങ്ങളിലൊക്കെ മാറ്റം വന്നത് ഞാൻ എൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ വ്യക്തിയെ, എൻ്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെ കണ്ടതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള സമയത്താണ് ഞാൻ ഏറ്റവും സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷത എന്താണെന്ന് എന്നെ മനസ്സിലാവുന്നത്. എൻ്റെ കൂടെ ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് ലൈഫ് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നി. ഞാൻ ചെറുപ്പത്തിൽ കിട്ടാത്ത സ്നേഹമൊക്കെ ആ ഒരു വ്യക്തിയിൽ നിന്നും കിട്ടാൻ തുടങ്ങി. സോ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല മൊമെൻറ്റ്സിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി സാർ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയിൽ തൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട കാര്യങ്ങൾക്ക് താഴെ വന്ന എല്ലാവരും, ഇതുപോലെ കുറേയധികം പേര് ബുദ്ധിമുട്ട് അനുഭവിച്ചവരെല്ലാം ഞങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റ്സ് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ലേറ്റസ്റ്റായിട്ട് നടന്ന ഒരു കോൺട്രവേഴ്സിയെക്കുറിച്ചൊക്കെയാണ് സാറ് ലേറ്റസ്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.